കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 9-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. आज रात के समय जो प्रचार का विषय मुझे दिया गया है उसको पढ़कर मेरी सहायता कर दे। पहला कुरिन्थियों की पहली पत्री उसका 9 अध्याय 24 से लेकर 27 वचन तक। क्या तुम नहीं जानते कि दौड़ में तो दौड़ते सभी हैं, परंतु इनाम एक ही ले जाता है। तुम वैसे ही दौड़ो कि जीतो। हर एक पहलवान सब प्रकार का संयम करता है। वे तो एक मुरझाने वाले मुकुट को पाने के लिए यह सब करते हैं, परंतु हम तो उस मुकुट के लिए करते हैं जो मुरझाने का नहीं। इसलिए मैं तो इसी रीति से दौड़ता हूँ, परंतु लक्ष्यहीन नहीं। मैं भी इसी रीति से मुक्कों से लड़ता हूँ, परंतु उसके समान नहीं जो हवा पीटता हुआ लड़ता है, परंतु मैं अपनी देह को मारता कूटता और वश में लाता हूँ। ऐसा न हो कि औरों को प्रचार करके मैं आप ही किसी रीति से निकम्मा ठहरूं। ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ വിരുദു പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അംഗം പൊരുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിനു തന്നെ. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നതുപോലെ അല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. ഈ ജീവന്റെ വചനങ്ങൾക്കായിട്ട് ഒന്നും കൂടെ ഹല്ലേലൂയ പറയാമോ? जीवित वचनों के लिए आइए मिलकर हम बोले हालेलुया। അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലെ സഭയ്ക്ക് ലേഖനം എഴുതുകയാണ്. प्रेरित पौलुस यहाँ पर कुरिन्थियों की कलीसिया को अपनी पत्री लिख रहा है। അതിൽ ഒന്നാമത്തെ ലേഖനം 9-ാം അധ്യായത്തിലെ പ്രധാന ചിന്താവിഷയം എന്നത് സുവിശേഷീകരണവും സുവിശേഷകന്റെ സന്ധാരണവും എന്നതാണ്. और अगर हम पहला कुरिन्थियोस का 9 अध्याय को देखेंगे, वहां का प्रधान विषय जो है सुसमाचार प्रचार करना। നമ്മുടെ ഈ വർഷത്തെ തെരഞ്ഞെടുക്കപ്പെട്ട വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സുവിശേഷീകരണം എന്നത്. हमने जो इस साल के लिए विषय चुना है उसमें से एक प्रधान जो विषय है सुसमाचार फैलाना। ദൈവ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം സുവിശേഷീകരണമാണ്. परमेश्वर की कलीसिया की सबसे प्रधान जिम्मेदारी जो है वो है सुसमाचार प्रचार करना। മറ്റുള്ളതൊക്കെ പിന്നാലെയാണ്. बाकी सब बातें बाद की है। നാം വായിച്ച തിരുവചന ഭാഗത്ത് ഒരു സുവിശേഷകനെ 4 വിധത്തിൽ സദൃശീകരിച്ചിട്ടുണ്ട്. हमने जो अभी वचन पढ़ा उसमें एक सुसमाचार प्रचारक को 4 प्रकार की बातों में शामिल किया गया है। ഒന്ന് ഓട്ടക്കാരൻ, पहली बात वो है दौड़ाक। 2 അംഗം പൊരുതുന്നവൻ, दूसरा जो अपने अंगों की सुरक्षा करता है। 3 മുഷ്ടി യുദ്ധം ചെയ്യുന്നവൻ, दूसरा जो अपने हष्टपुष्ट से युद्ध करता है। 4 പ്രസംഗി. चौथा जो है वो प्रचारक। ഇങ്ങനെ വേലക്കാരനെ 4 വിഷയത്തോട് ബന്ധപ്പെടുത്തിയാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ सेवक സംസാരിക്കുന്നത്. के साथ होने वाली 4 बातों के बारे में संत पौलुस यहाँ पर बयान करते हैं। ലക്ഷ്യപ്രാപ്തി അഥവാ ലക്ഷ്യം നേടുക എന്നുള്ളതാണ് ഏതൊരു വേലക്കാരന്റെയും അത് അകമഴിഞ്ഞ ആഗ്രഹം. हर एक सेवक के मन की सबसे बड़ी बात है अपनी मंजिल यानी अपनी लक्ष्य तक पहुंचना। അപ്പോസ്തലന്മാരുടെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ അവിടെ ശുശ്രൂഷയിൽ ഏറ്റവും അധികം അവർ പ്രാധാന്യത കൊടുത്തിരുന്നത് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതായിരുന്നു. प्रेरितों के बारे में अगर हम बाइबल से पढ़ेंगे तो हमें मालूम चलता है अपने जीवन में सबसे ज्यादा प्राथमिकता अगर उन्होंने किसी बात को दी वो है सुसमाचार प्रचार करना। നമ്മുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്നത് സുവിശേഷീകരണമായിരിക്കും. हमारी भी सबसे बड़ी जिम्मेदारी जो है वो है सुसमाचार प्रचार करना। അത് അപ്പോസ്തലനായ പൗലോസിന്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. संत पौलुस के जीवन के अनुभव से 3 बातें आपके सामने मैं पेश करना चाहूंगा। എന്തുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കേണ്ടത്? मुझे क्यों प्रचार करना चाहिए? Why I preach? मैं क्यों प्रचार करता हूं? ഞാൻ ഒരാളെ സ്പോൺസർ ചെയ്താൽ പോരെ?
और जिस प्रकार मैं एक इंसान को प्रोत्साहन करता हूँ, മറ്റുള്ളവരെ ഉത്സാഹിപ്പിച്ചാൽ പോരെ, दूसरे लोगों को उत्साहित करता हूँ, പോരാ ഞാൻ തന്നെ പ്രസംഗിക്കണം. और इतना ही नहीं मैं खुद ही प्रचार करूं. അതിനൊത്തിരി തിരുവചനങ്ങൾ തിരുവഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. और बहुत सी बातें परमेश्वर के वचन में उसके साथ संबंधित बताई गई हैं. റോമാലേഖനം 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ കടക്കാരനാണ്. और रोमियो की पत्री उसके पहले अध्याय में पौलुस कहता है मैं कर्जदार हूं. രണ്ടാമത് അദ്ദേഹം എഴുതുന്നത് ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. और दूसरी बात वो लिखता है मैं तैयारी में हूं. അതേ ഭാഗത്ത് തന്നെ മൂന്നാമത് പറയുന്നത് ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. तीसरी बात पौलुस कहता है मैं सुसमाचार प्रचार करने से लज्जाता नहीं. അപ്പോൾ കടക്കാരനാണ്, एक कर्जदार हूं കടം വീട്ടാൻ ഒരുങ്ങിയിരിക്കുന്നു, और कर्जा चुकाने के लिए तैयार. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. सुसमाचार के बारे में मुझे कोई लज्जा नहीं. നമ്മുടെ ചിന്താ വിഷയം ഉൾക്കൊള്ളുന്ന കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ പൗലോസ് പറയുമ്പോൾ, और हमारे चिंतन का विषय जो हो कोरिन्थियों की पत्री में पौलुस जब कहता है നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു, मेरे ऊपर एक बड़ी जिम्मेदारी रखी गई है. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. अगर मैं सुसमाचार प्रचार नहीं करता तो हाय मुझ पर. നിർബന്ധം എന്റെ മേൽ കിടക്കുകയാണ്. और बहुत बड़ी जिम्मेदारी मेरे ऊपर है. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം സുവിശേഷീകരണമാണെങ്കിൽ അത് പൂർത്തീകരിക്കാനുള്ള പരിശുദ്ധാത്മാവിന്റെ നിർബന്ധവും നമ്മുടെ മേലുണ്ട്. अगर परमेश्वर ने हमें सबसे बड़ी जिम्मेदारी सुसमाचार प्रचार करने के लिए दिया है तो उसे पूरा करने के लिए पवित्र आत्मा को भी हमें दिया. അതുകൊണ്ട് ഞാൻ തന്നെ പ്രസംഗിച്ചേ മതിയാകൂ. इसलिए मैं खुद ही प्रचार करना जरूरी है. ഇവിടെ എന്തുകൊണ്ട് ഞാൻ എന്നതിനാണ് പ്രസക്തി. यहाँ पर जो शब्द लिखा गया है वो मैं क्यों उपयोग किया गया है. ഇന്ന് യോഗം ആരംഭിച്ചത് മുതൽ നമ്മൾ പാടിയ പാട്ടിലെ പ്രധാന സന്ദേശം പരിശുദ്ധാത്മാവും അഭിഷേകവുമായിരുന്നു. और जब हमने यहाँ पर भजन गायन का शुरुआत किया उसका प्रधान विषय यही था पवित्र आत्मा और पवित्र आत्मा की भरपूरी. മരിച്ചവൻ ജീവിക്കണമെങ്കിൽ ഗേഹസി പോയത് കൊണ്ടായില്ല, ഏലീശ തന്നെ പോകണം. अगर मरे हुए को जिंदा करना है गेहजी जाने से काम नहीं चलेगा, एलिया को खुद जाना पड़ेगा. ഏലീശയുടെ നിർദ്ദേശപ്രകാരം തന്നെ ഗേഹസി പ്രവർത്തിച്ചു. एलिया के निर्देशन के अनुसार गेहजी ने अपने जिम्मेदारी को निभाया. ആരെയും പ്രതിബന്ധനം ചെയ്തില്ല. किसी को भी प्रतिबद्ध नहीं किया. താൻ എത്രയും വേഗത്തിൽ മരണം സംഭവിച്ച വീട്ടിൽ ചെന്നു. बहुत बड़ी तेजी से जिस घर में मृत्यु हुई वहां पर गया. ഏലീശ കൊടുത്തുവിട്ട വടി വളരെ സൂക്ഷ്മതയോടെ കരുതിയിട്ടുണ്ട്. और जो उसके हाथों में संभाला गया उसे बड़ी संभाल से ആ उसने रखा. വടിയൊക്കെ മരിച്ചവനെ സ്പർശിച്ചു. और मरे हुए लोगों को उसने छुआ, പക്ഷേ മരിച്ചവൻ ജീവിച്ചില്ല. परंतु मरा हुआ इंसान जिंदा नहीं हुआ. അതിന്റെ കാരണം അഭിഷേകം പ്രാപിച്ചവൻ തന്നെ പോയെങ്കിലേ മരിച്ചവൻ उसका ജീവിക്കത്തുള്ളൂ. कारण यही है मसा पाया हुआ व्यक्ति अगर खुद जाएगा तभी मुर्दा जिंदा होगा. നിന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തിയുടെ ഇരട്ടി പങ്ക് എനിക്ക് വേണമെന്ന് ചോദിച്ചു വാങ്ങിയവൻ ആരോ അവന് മാത്രമേ മരിച്ചവനെ ജീവിപ്പിക്കുവാൻ जिस കഴിയൂ. व्यक्ति ने इस प्रकार की विनती की तेरी शक्ति का दुगना मसा मुझे चाहिए, और जिसने शक्ति का मसा पाया ऐसे व्यक्ति ही मुर्दों को जिंदा कर सकता है. ഗേഹസി ഇതൊക്കെ കൂടെ നിന്ന് കാണുകയും പരിചയിക്കുകയും ചെയ്തിട്ടുള്ള ആള് എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അഭിഷേകം ചോദിച്ചു വാങ്ങിയത് ഏലീശയാണ്. गेहजी ने सिर्फ अपनी आंखों से इन बातों को होते हुए देखा, परंतु मसा यानी अभिषेक एलीशा ने ही मांगा. നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്തിന് പാപങ്ങളിലും അതിക്രമങ്ങളിലും മരിച്ചിരിക്കുന്നവരെ ജീവിപ്പിക്കുവാൻ കഴിയുമെന്ന് എത്ര ദൈവദാസന്മാർ ദൈവമക്കൾ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു. हमारे अंदर जो परमेश्वर ने अभिषेक दिया है उस अभिषेक के द्वारा पाप और अधर्मिकता में जितने लोग मरे हुए हैं उन लोगों को जीवित करने के लिए कितने प्रभु के दास आज शाम के समय तैयार हैं. പരിശുദ്ധാത്മാവ് 120 പേരുടെ മേൽ വന്ന അന്ന് തന്നെ 3000 ആളുകൾ ജീവിച്ചു. पवित्र आत्मा 120 लोगों के ऊपर जब आया उसी दिन 3000 लोगों ने जीवन पाया. ന്യായപ്രമാണം ലഭിച്ച അന്ന് താഴ്വരയിൽ 3000 പേര് കൊല്ലപ്പെട്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന അഭിഷേകം ഇറങ്ങി വന്ന അന്ന് തന്നെ 3000 ആളുകളെ ജീവിപ്പിക്കുകയാണ് ചെയ്തത്. तराई में जब व्यवस्था दी गई और 3000 लोगों की वहां पर मौत हो गई, परंतु जब पवित्र आत्मा उतरा वहां पर देखने के लिए मिलता 3000 लोगों ने जीवन पाया. പഴയ നിയമ പ്രമാണം കൊല്ലുന്നതായിരുന്നെങ്കിൽ പുതിയ നിയമ പ്രമാണം ജീവിപ്പിക്കുന്നതാണ്. पुराने नियम की व्यवस्था अगर मृत्यु की थी तो नए नियम की व्यवस्था
जीवन देने वाली व्यवस्था है। കൊല്ലുന്ന വാക്കുകൾ പറയുന്നവര്, നിരാശപ്പെടുത്തുന്ന വാക്കുകൾ പറയുന്നവര്, സഭയ്ക്കെതിരെ സംസാരിക്കുന്നവര്, അവരുടെ മേൽ ആരുടെ മേലും വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, പിന്നെയോ ജീവിപ്പിക്കുന്നതാണ് ആത്മാവ്. ओ जिन लोग कलीसिया के विरोध में बातें करते हैं, उन लोगों के लिए वो जीवन वाली आत्मा के बारे में कहता ഇന്ന് है। രാത്രി നമ്മുടെ നടുവിൽ വ്യാപരിപ്പിക്കുന്നത് കൊല്ലുന്ന ആത്മാവല്ല, ജീവിപ്പിക്കുന്ന ആത്മാവാണ്. हमारे बीच में काम करने वाली मौत की आत्मा नहीं, परंतु जीवन देने वाले परमेश्वर की അവൻ आत्मा നമ്മുടെ है। മേൽ അഭിഷേകം പകർന്നിട്ടുണ്ട്. क्योंकि उसने अभिषेक आप पे और मुझ पर दिया है। അഭിഷേകം പ്രാപിച്ചവരുടെ മേൽ വീണ്ടും നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ അത് 3000 5000 പിന്നെ പുരുഷന്മാർ തന്നെ അനേകായിരമായി, പിന്നെ പുരോഹിതന്മാരിൽ തന്നെ അനേകർ വിശ്വാസത്തിന് അധീനരായി തീർന്നു. अभिषेक पाइयों की गिनती बढ़ने लगी। पहले 3000 थी, फिर 5000 हो गई। याजकों के समाज में से भी बहुत तेरे लोगों की गिनती अभिषेक पाए लोगों की संख्या में आ गई। അഭിഷേകമുള്ള ഒരുവനെ ബന്ധിക്കുവാൻ കഴിഞ്ഞേക്കും. ओ अभिषेक पाए व्यक्ति को अगर बांधने की कोशिश करे, അഭിഷേകമുള്ള ഒരുവനെ ജയിലിൽ അടയ്ക്കാൻ കഴിഞ്ഞേക്കും. अभिषेक पाए व्यक्ति को अगर जेल खाने में डाले तो भी, എന്നാൽ അവനിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെ ബന്ധിക്കാൻ, परंतु അവനിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെ കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ ഒരു ശക്തിക്ക് परंतु उस व्यक्ति के अंदर काम करने वाली परमेश्वर का अभिषेक को कोई भी जेल खाना या दीवार बंद नहीं कर सकती। സഗിയോൻ മാളികമുറിയിൽ പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന അഭിഷേകം ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ സഭയിൽ വ്യാപരിച്ചുകൊണ്ടാണ്. यरूशलेम में ऊपरी कमरे में उन लोगों के ऊपर जब परमेश्वर का अभिषेक आया, आज रात को भी इस पंडाल में परमेश्वर का वो अभिषेक उतरा ഈ है। പന്തലിനകത്തേക്ക് വരുമ്പോൾ തന്നെ ഒരു പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം എത്ര ദൈവമക്കൾക്ക് അനുഭവിപ്പാൻ ये കഴിയുന്നു. पंडाल में आते समय आप में से कितने लोग पवित्र आत्मा के उस कार्य को अपने जीवन में अनुभव कर पा रहे हैं? हालेलुया! ഒരു അഭിഷേകത്തിന്റെ വ്യാപാരം നമ്മുടെ നടുവിലുണ്ട്. अभिषेक का एक बहुत बड़ा व्यापार हमारे बीच में है। അഭിഷേകത്തിന് വാർദ്ധക്യമില്ല, वो अभिषेक जो होता है बूढ़ा नहीं होता, അഭിഷേകത്തിന് ജരാനരയില്ല. और एक इस प्रकार नहीं അത് होता। ആദ്യ നൂറ്റാണ്ടിൽ പ്രവർത്തിച്ചതുപോലെ തന്നെ 2026 വർഷത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. पहली शताब्दी में जो पवित्र आत्मा ने कार्य किया, 2026 में भी वही पवित्र आत्मा आपके और मेरे जीवन में भी कार्य करेगा। ആർക്കും ബന്ധിക്കുവാൻ കഴിയാത്ത ഒരു അഭിഷേകം, कोई भी ना बांधने वाला ऐसा एक अभिषेक, ആർക്കും ഉടച്ചു കളയുവാൻ കഴിയാത്ത ഒരു ശക്തിയുടെ വ്യാപാരം ऐसी सामर्थ्य जिसको कोई भी तोड़ ना सके। ഇന്ന് രാത്രി ഈ യോഗത്തിൽ ദൈവമക്കൾ അനുഭവിച്ചേ മടങ്ങാവൂ. आज रात को इस बंदगी में आकर आप उस शक्ति को अनुभव करें। നിനക്കെതിരെ ബന്ധനങ്ങൾ കാത്തിരിപ്പുണ്ടായിരിക്കാം, आपके विरोध में शायद बंधन होंगे, കാരാഗ്രഹങ്ങൾ തുറന്നു വെച്ചിട്ടുണ്ടായിരിക്കാം, आपके विरोध में जेल खाने खुले होंगे, ചങ്ങലകൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കാം. आपके लिए जंजीर तैयार होगी। എന്നാൽ ദൈവവേദിലെ നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെ ബന്ധിക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. परंतु आपके अंदर जो परमेश्वर का अभिषेक है, उस अभिषेक को दुनिया की कोई भी ताकत रुका नहीं सकती। പരിശുദ്ധാത്മാവാണ് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. पवित्र आत्मा ने यीशु मसीह को मुर्दों में से जिंदा किया। ദൈവത്തിന്റെ ശക്തിയാണ് ആ കല്ലുരുട്ടി മാറ്റിയത്. ओ परमेश्वर की सामर्थ्य ने उस पत्थर को हटाया। ഓ ദൈവത്തിന്റെ ശക്തിയാണ് ദൈവാലയത്തിലെ തിരശീല മുകൾ തൊട്ട് അടിയോളം രണ്ടായി ചീന്തിക്കളഞ്ഞത്. ओ परमेश्वर की उस सामर्थ्य ने ऊपर से लेकर नीचे तक अपने ഈ कार्य को സന്ധ്യകൾ किया। ഞങ്ങൾ ഓർപ്പിക്കട്ടെ, और इन बातों को मैं जब याद दिलाता हूं, ദേഹമെന്ന തിരശീല നമ്മുടെ കർത്താവ് കാൽവരിയിൽ ചീന്തിയപ്പോൾ और जब प्रभु यीशु मसीह ने अपना शरीर कलवरी क्रूस पर ദൈവാലയത്തിലെ തിരശീല രണ്ടായി ചിന്തപ്പെട്ടു. और उस मंदिर में जो पर्दा था 2 हिस्सों में फट അവൻ गया। കല്ലറകളെ കീറി, और उसने पत्थरों को तोड़ അവൻ दिया, മരണത്തെ ജയിച്ചു, और उसने उसके ऊपर जय पाई, അവൻ ആകാശത്തെ കീറി, और उसने आकाश को फाड़ दिया, സ്വർഗാദി സ്വർഗങ്ങളിലേക്ക് കടന്നുപോയി. स्वर्गों के अति ऊंचे स्वर्ग में वो गया। ഇന്ന് രാത്രി അതേ പരിശുദ്ധാത്മാവാണ് നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്നത്. आज रात को वही पवित्र आत्मा हमारे बीच में कार्य कर रहा है। ആർക്കും ഇതിനെ തടയാൻ സാധ്യമല്ല. कोई भी इसको रोक नहीं सकता। വലിയ ഉരുള് പൊട്ടി വരുമ്പോൾ
जब बड़ी पहाड़ या पत्थर टूट कर आते हैं, പർവ്വതം പൊട്ടി വലിയ കല്ലും മണ്ണും ഇങ്ങനെ അതിശക്തിയോടെ വെള്ളം ഒഴുക്കിക്കൊണ്ടുവരുന്ന നേരത്ത് और जब पर्वत में से बड़ी बारिश के समय पत्थर और मिट्टी और कीचड़ आते हैं, ആർക്കതിനെ തടഞ്ഞു നിർത്താൻ കഴിയും? कौन उसको रोक सकता है? കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ ഏത് ശക്തിക്ക് അതിനെ തടഞ്ഞു നിർത്താൻ കഴിയും? आंधी और तूफान जब आते हैं, कौन सी ताकत उस आंधी और तूफान को പർവ്വതത്തിന്റെ അടിത്തട്ടിനെ കുലുക്കുമ്പോൾ ഏത് സയൻസിന് അതിനെ തടഞ്ഞു നിർത്താൻ പറ്റും? पहाड़ की बुनियाद जब हिल जाए, Amen. कौन सा विज्ञान उसको रोक सकता है? എന്നാൽ ഇതിനെ എല്ലാം വെല്ലുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്റെ സഭയുടെ മേൽ വ്യാപരിക്കുമ്പോൾ ഒരു ശക്തിക്കും അതിനെ തടഞ്ഞു നിർത്തുവാൻ परंतु കഴിയില്ല. इन सब शक्तियों से बढ़कर पवित्र आत्मा की सामर्थ जब कलीसिया में कार्य करती है, इस पवित्र आत्मा की सामर्थ को कोई भी नहीं रोक सकता। അതുകൊണ്ട് ഇരട്ടി ശക്തി ചോദിച്ചു വാങ്ങിയ ഞാനും നിങ്ങളും തന്നെ പോയ വെക്കൂ. इसलिए दुगनी ताकत परमेश्वर से मांगकर हम उसके लिए इंतजार करें। രണ്ടാമത്തെ ചിന്ത, दूसरा जो विषय है, why preach Christ? हम मसीह को क्यों प्रचार करें? എന്തുകൊണ്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കണമെന്ന് പറയുന്നു? मैं मसीह के बारे में क्यों प्रचार करूं? Praise God. Hallelujah. എന്തുകൊണ്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കണം? सिर्फ मसीह के बारे में क्यों प्रचार करना है? ശൂന്യാകാശത്തിലെ കാര്യങ്ങൾ വിവരിക്കാനല്ല ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. परमेश्वर ने आकाश की बातों को बयान करने के लिए हमें नहीं बुलाया। സയൻസ് പറയാനല്ല ദൈവം നമ്മെ ഏൽപ്പിച്ചത്. परमेश्वर ने हमें विज्ञान प्रचार करने की जिम्मेदारी नहीं दी। രാഷ്ട്രീയം പറയാനല്ല ദൈവം നമ്മെ ഭരമേൽപ്പിച്ചത്. राजनीति प्रचार करने के लिए परमेश्वर ने हमें नहीं बुलाया। ദൈവം നമ്മെ ഭരമേൽപ്പിച്ച ദൗത്യം യേശു ക്രിസ്തുവാണ്. परमेश्वर ने जो हमें जिम्मेदारी है वो है प्रभु यीशु मसीह। അതുകൊണ്ട് ക്രിസ്തുവിനെ നീ പ്രസംഗിക്കണം. इसलिए मसीह यीशु का प्रचार करें। എന്തുകൊണ്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കണം? किस लिए मसीह का प्रचार करना है? മറ്റൊരുത്തരിലും രക്ഷയില്ല. दूसरे और किसी व्यक्ति के नाम में उद्धार नहीं। നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. उद्धार पाने के लिए आकाश के नीचे और पृथ्वी के ऊपर कोई और नाम नहीं दिया गया। ആമേൻ. आमीन। അതുകൊണ്ട് യേശുവിനെ തന്നെ പ്രസംഗിക്കണം. इसलिए सिर्फ यीशु मसीह के बारे में प्रचार करें। അവന്റെ നാമം തന്നെ ഉയർത്തണം. सिर्फ उसके नाम को ऊंचा उठाएं। മൂന്നാമത്തെ അവിടുത്തെ ചിന്ത, तीसरी चिंतन का विषय जो है, why preach? क्यों प्रचार करना? എന്തുകൊണ്ടാണ് പ്രസംഗിക്കണമെന്ന് പറയുന്നത്? क्यों प्रचार करना चाहिए? എഴുതിയാൽ പോരെ? और जिस प्रकार മറ്റ് മീഡിയാസ് ഉപയോഗിച്ചാൽ പോരെ? और जिस प्रकार में दूसरे ഇല്ല, मीडिया को പ്രസംഗിക്ക തന്നെ ചെയ്യണം. नहीं, ऐसा नहीं, हमें प्रचार खुद करना പൗലോസ് है। അപ്പോസ്തലൻ പറയുന്നത് ആ സുവിശേഷത്തിന് ഞാനൊരു പ്രസംഗിയാണ്. ओ सुसमाचार प्रचार के बारे में पौलुस कहता, मैं एक सुसमाचार प्रचारक हूं। അപ്പോൾ പ്രസംഗിക്കണമെന്ന ദൗത്യം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. प्रचार करने की जिम्मेदारी परमेश्वर ने हमें दी है। റോമാലേഖനം 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, रोमियो की पत्री उसके 10 अध्याय को जब हम पढ़ते हैं, 13-14 വാക്യങ്ങൾ. उसका 13 और 14 वचन में, ആ വാക്യങ്ങളുടെ സത്ത ഞാനിവിടെ പറയാം. और जो वाक्य है उसका निचोड़ मैं आपसे कहूंगा। ആരും അയക്കാതെ എങ്ങനെ പോകും? अगर कोई भेजे ना तो कैसे जाएगा? പോകാതെ എങ്ങനെ പ്രസംഗിക്കും? अगर कोई ना जाए तो कैसे प्रचार करेगा? പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? अगर प्रचार ना करे तो कैसे सुनेगा? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? अगर सुनेगा नहीं तो कैसे विश्वास करेगा? ഇന്ന് പ്രസംഗങ്ങൾ കുറഞ്ഞു വരികയാണ്. वो आज प्रचारों की गिनती कम होती जा रही है। പരസ്യയോഗങ്ങൾ കുറഞ്ഞു വരികയാണ്. आज आम सभा कम हो रही है। എന്നാൽ വചനം പറയുന്നത് പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? वो वचन बताती है बिना प्रचार के लोग कैसे सुनेंगे? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? अगर लोग नहीं सुनेंगे तो किस प्रकार विश्वास करेंगे? അതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്ക തന്നെ വേണം. इसलिए सिर्फ और सिर्फ सुसमाचार का प्रचार करना। ഹല്ലേലൂയ. हालेलुया। 3 കാര്യങ്ങൾ ഞങ്ങൾ സൂചിപ്പിച്ചു. 3 बातों को आपके ध्यान में लेकर आया। Why I preach. मैं क्यों प्रचार करता हूं? 2 why preach Christ. मैं मसीह के बारे में क्यों प्रचार करता हूं? 3 why preach. और तीसरा है मैं क्यों प्रचार करता हूं? ഈ ശുശ്രൂഷ ചെയ്യുവാനാണ് ദൈവം നമ്മെ ഭരമേൽപ്പിച്ചത്. इस प्रकार की सेवकाई के लिए प्रभु ने हमें जिम्मेदार ठहराया। പ്രവാചകന്മാരുടെ പ്രസംഗം മാനസാന്തരമായിരുന്നു. नबियों का जो प्रचार था वो मन फिराव का प्रचार। സ്നാപക യോഹന്നാന്റെ പ്രസംഗ വിഷയം മാനസാന്തരമായിരുന്നു. यूहन्ना बपतिस्मा देने वाले का प्रचार मन फिराव का प्रचार था। യേശുക്രിസ്തുവിന്റെ പ്രസംഗ വിഷയം മാനസാന്തരമായിരുന്നു. यीशु मसीह का प्रचार का विषय मन फिराव का प्रचार था। ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ചത് നിങ്ങൾ മാനസാന്തരം പ്രസംഗിക്കണം. चेले लोगों को यीशु मसीह ने जिम्मेदारी दी, तुम मन फिराव का प्रचार करो। ആകയാൽ ഇന്ന് രാത്രി കർത്താവിന്റെ എളിയ ദാസന്മാരായ ഞങ്ങളും
യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കുക. इसलिए आज रात को इस मंच से हम प्रभु के दास खड़े होकर यीशु मसीह के बारे में प्रचार कर रहे ഈ हैं. മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുന്നതിന് നമുക്ക് ഊർജം ആവശ്യമാണ്. इस महिमा युक्त सेवकाई करने के लिए हमें ऊर्जा की जरूरत है. നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നമുക്ക് ഊർജം ആവശ്യമാണ്. हमारे लक्ष्य में पहुंचने के लिए हमें एक ऊर्जा की जरूरत നാം है. മറന്നു പോകാതിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. हम कुछ बातों को कभी ना भूलें. നാം എത്ര ശക്തമായ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും चाहे हम कितनी शक्तिशाली सेवकाई क्यों ना कर रहे हो, നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് ക്രിസ്തുവിനെ നേടുക എന്നുള്ളതായി. हमारा मकसद यही है यीशु मसीह के लिए लोगों को जीतना. രണ്ടാമത്തെ നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് ശിഷ്യന്മാരെ രൂപപ്പെടുത്തുക എന്നതായിരിക്കണം. दूसरा हमारा मकसद चेलों को रूपांतरण में लेकर आना. മറക്കാത്ത മൂന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഓരോരുത്തരും അവനവന്റെ താന്താന്റെ പാത്രങ്ങളെ നേടിക്കൊള്ളട്ടെ. और तीसरी बात ये, हर एक व्यक्ति अपने जीवन के उन पत्रों को അപ്പോൾ യേശുവിനെ എനിക്ക് നേടണം, यीशु मसीह को जीतना है, ആത്മാക്കളെ നേടണം, आत्माओं को जीतना है, ശിഷ്യന്മാരെ രൂപപ്പെടുത്തണം, चेलों को रूपांतरित करना, എന്നെ തന്നെ സൂക്ഷിക്കണം. अपने आप को संभाल कर ഞാൻ रखना തന്നെ है. പ്രസംഗിച്ച ശേഷം കൊള്ളരുതാത്തവനായി പോകാതിരിപ്പാൻ ऐसा ना हो प्रचार करने के बाद मैं तुच्छ गिना जाऊं. ഓരോരുത്തരും തങ്ങളെ തന്നെ സൂക്ഷിച്ചു हर കൊള്ളണം. एक इंसान अपनी अपनी रखवाली करे. ഈ ശുശ്രൂഷയ്ക്ക് നമുക്ക് ഊർജം തരുന്ന രണ്ട് സ്രോതസ്സുകളുണ്ട്. और इस सेवकाई के लिए ऊर्जा देने के लिए दो स्रोत है. ഒന്നാമത്തെ സ്രോതസ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. पहला जो स्रोत है वो है पवित्र आत्मा. രണ്ട് യേശുവിന്റെ നാമമാണ്. दूसरा है यीशु मसीह का नाम. ഞങ്ങൾ ആദ്യം ആ യേശുവിന്റെ നാമത്തെ കുറിച്ച് അല്പം കാര്യങ്ങൾ സൂചിപ്പിക്കാം. पहले मैं यीशु मसीह के नाम के बारे में कुछ बातें आपसे कहूंगा. യേശുവിന്റെ നാമമാണ് ഒരു ദൈവദാസനെ ഒരു വിശ്വാസിയെ ശക്തനാക്കുന്നത്. यीशु मसीह के नाम से एक विश्वासी या एक सेवक शक्ति पाता है. ഇന്ന് രാത്രി നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ട് യേശുവിന്റെ നാമം ഒന്ന് ഉരുവിട്ട് നോക്കിക്കേ, ഒരു ശക്തി നിങ്ങളിൽ വ്യാപരിക്കുന്നത് आज അനുഭവിച്ചറിയാനായിട്ട്. रात को जिस जगह में आप बैठे हो, यीशु मसीह के नाम को जरा पुकार कर देखे, आपके अंदर परमेश्वर की एक सामर्थ, एक ताकत आ जाएगी. കഴിഞ്ഞ രാത്രികളില് കർത്താവിന്റെ ദാസന്മാരിൽ ആരോ ഒരാളുടെ പ്രസംഗിച്ചപ്പോൾ സൂചിപ്പിച്ചു, ആ രക്തസ്രവക്കാരിയായ സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട സംഭവം. ओ पिछले दिनों में किसी प्रचारक ने यहां पर 12 साल से लहू बहने की उस स्त्री के बारे में जिसने यीशु मसीह के कपड़े के आंचल को छू लिया, ഉടനെ അവളിലേക്ക് ശക്തി പ്രവഹിച്ചു. और वहां पर प्रभु यीशु मसीह के अंदर से सामर्थ निकली. എന്നെ അവിടെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സന്ദേശമുണ്ട്. वहां से एक बात जिससे मैं आश्चर्यचकित होता हूं, നൂറുകണക്കിന് ആളുകൾ യേശുവിനെ മുട്ടി ഉരുമി നടന്ന നേരത്തും ഒരാൾ തൊട്ടത് തിരിച്ചറിഞ്ഞവനാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു. वो हजारों की गिनती में जब बड़ी भीड़ यीशु मसीह के साथ चल रही थी, परंतु एक व्यक्ति ने जब यीशु मसीह को छुआ, यीशु मसीह को वो बात मालूम चल गई. उस यीशु मसीह का प्रचार मैं कर रहा ഇന്ന് हूं. രാത്രി ഇവിടെ എത്ര 1000 ആളുകൾ ഇരിപ്പുണ്ടെങ്കിലും ഒരാളെ നോക്കുന്നുണ്ട് കർത്താവ്. ओ आज चाहे हजारों की गिनती में यहाँ लोग बैठे होंगे, परंतु शायद आप में से एक की ओर प्रभु नजर घुमा रहा ആ है. ഒരാൾ ഞാനായിരിക്കട്ടെ എന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? आप में से कितने लोग चाहते हैं प्रभु वो एक व्यक्ति मैं बन जाऊं, ആ ഒരാൾ ഞാനായിരിക്കട്ടെ, प्रभु वो एक व्यक्ति मैं बन ആ जाऊं, ഒരാൾ നിങ്ങളായിരിക്കട്ടെ, शायद वो एक व्यक्ति आप बन जाओ. ആ ഒരാളെ തിരിച്ചറിഞ്ഞ മശീഹാ തമ്പുരാൻ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. एक भी व्यक्ति को पहचानने वाला वो मसीह आज रात को हमारे बीच में विराजमान है. യേശുവിന്റെ നാമം പവർ ഉള്ളതാണ്. यीशु मसीह का नाम सामर्थी वाला नाम. ഇന്നലെ രാത്രി കർത്താവിന്റെ ദാസൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായത്, कल रात को जिस प्रकार परमेश्वर के दास ने यहाँ सूचना दी, മത്തായിയുടെ സുവിശേഷം 28 अध्याय लास्ट पैराग्राफ, वो मत्ती रचित सुसमाचार उसका 28 अध्याय उसका आखिरी वचन, അവന്റെ നാമത്തെ ഇവിടെ ഉയർത്തി. और उसके नाम को ऊंचा किया गया. നിങ്ങൾക്കറിയാമോ ഈ പ്രശ്നം എവിടാണെന്ന് ചോദിച്ചാൽ യേശുവിന്റെ നാമം പറയുന്നത് ആ പ്രശ്നം. समस्या कहां पर है? जब हम यीशु के नाम को कहते हैं, समस्या वही है. യേശുവിന്റെ നാമം ഉരുവിടുന്നിടത്ത് ദുഷ്ട
ദുഷ്ടശക്തികൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. जहां पर यीशु मसीह का नाम Amen. लिया जाता है वहां Yes. अंधकार की ताकतें बैठ नहीं सकती. സാത്താന്റെ കോട്ടയുടെ അടിത്തറ ഇളക്കുന്ന ആയുധമാണ് യേശുവിന്റെ നാമം. शैतान के अड्डे को हिलाने वाला Amen. है यीशु मसीह का नाम. അവന്റെ നാമം ഉരുവിടുമ്പോൾ ഭൂതങ്ങൾ അലറിക്കൊണ്ടോടും. यीशु मसीह के नाम से दुष्ट आत्माएं चीखती हुई भागती है. അവന്റെ നാമത്തിൽ മുടന്തൻ ചാടി എഴുന്നേൽക്കും. यीशु मसीह के नाम में लंगड़ा उठ जाता है. അവന്റെ നാമത്തിൽ കുരുട്ട് കണ്ണുകൾ തുറക്കും. यीशु मसीह के नाम से अंधों की आंखें खुलती है. അവന്റെ നാമത്തിൽ പക്ഷവാത രോഗി മാൻകുട്ടിയെ പോലെ തുള്ളിച്ചാടും. यीशु मसीह के नाम में जो Amen. बीमार है वो चंगा हो जाता है. ഇന്ന് രാത്രി ഉച്ചത്തിൽ പറ യേശുവിന്റെ നാമമെന്ന് പറ. आज रात आप भी जिस स्थान में बैठो यीशु Amen. मसीह के नाम को ऊंचे नाम से पुकारें. ആ ബർത്തിമായി വിളിച്ചതുപോലെ ഉച്ചത്തിൽ വിളിക്ക്, യേശുവേ ദാവീദ് പുത്ര. जिस प्रकार बर्तमाई ने कहा यीशु मसीह दाऊद के संतान मुझ पर दया അവന്റെ कर. നാമത്തിങ്കൽ സകല മുഴങ്കാലുകളും മടങ്ങും. यीशु मसीह के नाम के आगे सारे घुटने टिकेंगे. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെ മടങ്ങുന്ന സകല നിരീശ്വരന്മാരുടെയും യുക്തിവാദികളുടെയും നാസ്തികന്മാരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന ഏകനാമം യേശുവിന്റെ നാമമാണ്. स्वर्ग के नीचे और पृथ्वी के ऊपर हर एक प्रकार के परमेश्वर पर विश्वास करने वाले लोग, नास्तिक लोग जो यीशु मसीह के नाम पर घुटने टेकते हैं वो एक ही नाम है, वो प्रभु यीशु मसीह का नाम. ഈ നാമത്തിനെതിരെയാണ് ദുഷ്ടൻ ശബ്ദം ഉയർത്തുന്നത്. इस नाम के विरोध में दुष्ट अपनी आवाज को ऊंचा करता है. അപ്പോസ്തലന്മാരോട് ന്യായാധിപ സംഘം പറഞ്ഞത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? प्रेरितों से जो वो लोगों की क्या थी, उन्होंने क्या कहा? ഈ നാമത്തിൽ അശേഷം സംസാരിക്കരുത്. इस नाम से आगे को प्रचार मत करना. വേറെ എന്തൊക്കെ വേണമെങ്കിലും പറഞ്ഞു. और उन्होंने इस प्रकार से उन्हें धमकी ഏത് दी. മതത്തെ കുറിച്ച് വേണമെങ്കിലും പറഞ്ഞു. ओ तुम्हें जो चाहिए तुम किसी भी धर्म के बारे ഏത് में प्रचार, സംഘടനയെ കുറിച്ച് വേണമെങ്കിലും किसी പറഞ്ഞു. के बारे में भी तुम प्रचार कर ഈ सकते. നാമത്തിൽ അശേഷം സംസാരിക്കരുത്. परंतु यीशु मसीह के नाम से तुम प्रचार नहीं करना. ഈ കാലഘട്ടത്തിൽ പത്രോസിനെ പോലെ അപ്പോസ്തലന്മാരെ പോലെ നാം ഉണർന്നെഴുന്നേൽക്കേണ്ട നാളുകളാണ്. इन दिनों में पतरस के समान, अन्य प्रेरितों के समान परमेश्वर हमें भी अपने काम के लिए ഞങ്ങൾ जगाए. കണ്ടും കേട്ടും ഇരിക്കുന്നത്, ഞങ്ങൾ തൊട്ടത്, ഞങ്ങൾ രുചിച്ചത്, ഇത് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. हमने जिसे अपनी आंखों से देखा, जिसे अपने हाथों से छुआ, हम बिना Amen. बताए उसके बारे में Amen. नहीं रह सकते. ഈ നാമത്തിൽ അശേഷം മിണ്ടരുതെന്ന് ന്യായാധിപ സംഘങ്ങൾ ആക്രോശിക്കുമ്പോൾ നമുക്ക് ധൈര്യമായി പറയാം, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ രുചിച്ചതും ഞങ്ങൾക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. अगर आपको भी यीशु मसीह के नाम से प्रचार ना करें ऐसा बताया जाता है तो आप भी कह सकते हैं, जिस यीशु मसीह के नाम को हमने सुना, जिस यीशु मसीह को अनुभव किया, जिस यीशु मसीह को हमने छुआ, उस यीशु मसीह का बिना प्रचार किए हुए कैसे रह ആ सकते हैं. നാമത്തിന് ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. उस नाम के लिए अपने आवाज को ऊंचा उठाकर आप बोले और हालेलुया बोले. हालेलुया. എന്തുകൊണ്ടാണ് ഈ നാമത്തിൽ അശേഷം സംസാരിക്കരുതെന്ന് അധികാരികൾ പറഞ്ഞതെന്നറിയാമോ? यीशु मसीह का नाम लेकर आगे से प्रचार ना करे, अधिकारियों ने ऐसा क्यों कहा? മത്തായിയുടെ സുവിശേഷത്തിൽ യെശയ്യാ പ്രവചനത്തിൽ നിന്ന് ഒരു ഉദ്ധരണിയുണ്ട്. मत्ती रचित सुसमाचार और यशायाह नबी की पुस्तक में लिखा हुआ, ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, ये है जिस दास को मैं संभाले हुए हूं, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ പ്രിയൻ, जिससे मेरा मन प्रसन्न है, എന്റെ ആത്മാവിനെ ഞാൻ അവന്റെ മേൽ വെക്കും. मैं अपनी आत्मा इसको दूंगा. അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം പറയുകയാണ്, और ऐसी कुछ बातों को बयान करने के बाद अंत में कहता അവൻ है, ചതഞ്ഞയോട് ഒടിച്ചു കളകയില്ല, वो टूटे हुए सरकंडे को തെരുവിൽ तोड़ेगा അവന്റെ नहीं, ശബ്ദം കേൾക്കയില്ല और बड़ी आवाज को नहीं सुनेगा. എന്നൊക്കെ പറഞ്ഞിട്ട് ഒടുവിൽ പറയുന്ന ഒരു വാചകമുണ്ട്, और अंत में एक शब्द उसके लिए लिखा गया हुआ है, ജാതികൾ അവന്റെ നാമത്തിൽ പ്രത്യാശ വെക്കും. जातियां उसके नाम में अपनी आशा रखेंगी. ഇത് പിശാചിനെ അറിയാവുന്നതുകൊണ്ടാ പറഞ്ഞത്, അവന്റെ നാമത്തിൽ അശേഷം മിണ്ടിപ്പോകരുത്. शैतान को इस बात के बारे में Amen. पता है, इसलिए शैतान कहता है यीशु मसीह के नाम के बारे में आगे से बोलना भी नहीं. യഹൂദനാകട്ടെ ജാതികൾക്കാകട്ടെ സകല ജാതികൾക്കും ആശ വെക്കുവാനുള്ള ഒറ്റ
ഒറ്റ നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാണ്. चाहे वो यहूदी हो चाहे वो अन्य जाति हो, एक ही नाम है जिसमें उम्मीद रख सकते हैं, वो नाम प्रभु यीशु मसीह का नाम है. ഇന്ന് രാത്രി ആ നാമത്തിൽ നമുക്ക് അധികാരമുണ്ട്. उस नाम में आज रात को हमारे पास अधिकार ആ है. നാമത്തിൽ നമുക്ക് സൗഖ്യമുണ്ട്. उस नाम में हमें चंगाई है. ആ നാമത്തിൽ നമുക്ക് വിടുതലുണ്ട്. उस नाम में हमें छुटकारा है. അവന്റെ നാമത്തിൽ പാപമോചനവും നീതീകരണവുമുണ്ട്. उसके नाम में हमें पापों से मुक्ति और क्षमा मिलती है. ഒരുവിധ യാഗങ്ങൾക്കും പാപിയെ രക്ഷിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ किसी भी प्रकार के बलिदान जब एक पापी इंसान को बचा नहीं सकते, സകല കർമ്മങ്ങളും മനുഷ്യനെ കൈവിട്ട സ്ഥാനത്ത് सभी कर्मों ने इंसान का साथ जब छोड़ दिया, പാപിയെ രക്ഷിക്കുന്ന ഏക നാമം അത് യേശുവിന്റെ നാമമാണ്. पापों को पापी के लिए माफी देने के लिए एक ही नाम है, वो है प्रभु यीशु मसीह का नाम. അതുകൊണ്ട് തന്നെ സകല ജാതികളും അവന്റെ നാമത്തിൽ പ്രത്യാശ വെക്കും. इसलिए दुनिया भर की सारी जातियां यीशु के नाम पे आशा रखेंगी. അപ്പോൾ നമുക്ക് ഊർജം തരുന്ന ഒന്നാമത്തെ സ്രോതസ് യേശുവിന്റെ നാമമാണ്. हमें हमारे जीवन में ऊर्जा देने की पहली स्रोत है, वो है यीशु मसीह का नाम. രണ്ടാമത് പരിശുദ്ധാത്മാവാണ്. दूसरा है पवित्र आत्मा. മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിൽ और प्रेरितों के काम उसका दूसरा അതിന്റെ अध्याय, ലാസ്റ്റ് പാരഗ്രാഫിൽ और उसके अंतिम भाग में 3 കാര്യങ്ങൾ കർത്താവ് പ്രധാനമായി 3 പറയുന്നുണ്ട്. बातें प्रभु यीशु मसीह वहां पर मुख्यतः बोलते हैं. ഇന്നലെ രാത്രി കർത്താവിന്റെ ദാസൻ അതിൽ കുറെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ട്. परमेश्वर के दास ने कल उन बातों में से कुछ हमें बताया. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് स्वर्ग നൽകപ്പെട്ടിരിക്കുന്നു. और पृथ्वी में जो भी अधिकार है वो मुझे दिया गया है. എന്നാൽ കാത്തിരുന്നപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചത് परंतु जब तुमने इंतजार की, तुम्हें मिला പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. वो है पवित्र आत्मा की सामर्थ्य. അപ്പോൾ പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ചപ്പോൾ നമുക്ക് ശക്തി ലഭിച്ചു. और जब हमने पवित्र आत्मा पाया तो हमें सामर्थ्य मिली. അത് സുവിശേഷീകരണത്തിന് वो വേണ്ടിയാണ്. सुसमाचार प्रचार करने के लिए है. എന്നാൽ അവർക്ക് അധികാരവും കർത്താവ് കൊടുത്തിരിക്കുന്നു. परंतु वहां पर उन्हें अधिकार दिया गया है. ശക്തിയും അധികാരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? शक्ति और अधिकार के बीच में फर्क क्या है? ഞാൻ ഈ വിശുദ്ധ ബൈബിൾ എന്റെ കയ്യിൽ ഉയർത്തിപ്പിടിക്കുന്നു. सोचिए, ये पवित्र बाइबल मैंने अपने हाथ में पकड़ी है എന്റെ കൈക്ക് ശക്തിയുള്ളത് കൊണ്ടാണ്. और मेरे हाथ में शक्ति है इस प्रकार से. എന്റെ കൈ തളർന്നതായിരുന്നെങ്കിൽ എനിക്ക് ഇത് ഉയർത്തുവാൻ अगर കഴിയില്ല. मेरा हाथ कमजोर होता तो मैं बाइबल को नहीं ഈ उठा सकता. മൈക്രോഫോൺ ചലിപ്പിക്കുന്നു, എന്റെ കൈക്ക് ശക്തിയുള്ളത് കൊണ്ടാണ്. ये माइक्रोफोन चल रहा है, उसका कारण यह मेरे हाथों में ताकत है. എന്റെ കൈ പാരലൈസ് ചെയ്താണെങ്കിൽ എനിക്കത് സാധ്യമല്ല. अगर मेरा हाथ अधरंग से हो जाए तो वो ये काम नहीं कर അപ്പോൾ सकेगा. ശക്തി ഉള്ളത് കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. मेरे जीवन में ताकत है, इसलिए मैं अपने शरीर को हिलाता हूं. ഉയരത്തിലെ ശക്തി ഉള്ളത് കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ऊपरी सामर्थ्य के कारण हम प्रभु की सेवा करते എന്നാൽ हैं. അധികാരം എന്നാൽ എന്താണ്? परंतु अधिकार का मतलब क्या है? 100 കിലോമീറ്റർ സ്പീഡിൽ പാഞ്ഞു വരുന്ന ഒരു മോട്ടോർ കാറിന്റെ മുൻപിൽ वो 100 किलोमीटर की वेगता से दौड़ने वाले एक मोटर कार को ഒരു പോലീസ് കോൺസ്റ്റബിൾ കൈ കാണിക്കുമ്പോൾ और एक पुलिस का कांस्टेबल जब हाथ दिखाता है, ആ കാർ നിൽക്കുന്നു. वो कार रुक जाती है. കാർ നിന്നത് പോലീസുകാരന്റെ ശക്തി കൊണ്ടല്ല, वो कार पुलिस व्यक्ति के ताकत के द्वारा नहीं, അവന്റെ മേലുള്ള അധികാരത്തിന്റെ പവർ കൊണ്ടാണ്. उसके पास एक सामर्थ्य यानी अधिकार दिया गया है. ഇന്ന് രാത്രി നിനക്കെതിരെ വാ പിളർന്ന് നിൽക്കുന്ന മഹാസർപ്പത്തോട് വായടയ്ക്കാൻ പറയാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. आज रात को आपके विरोध में खड़े हुए मां अजगर को जो मुंह खोले हुए, उसको डांटने का अधिकार प्रभु ने आपको दिया നിനക്ക് है. ചുറ്റിലും നിന്റെ കൂടാരത്തിന് ചുറ്റിലും നിന്റെ തലമുറയ്ക്ക് ചുറ്റിലും നിന്റെ ശുശ്രൂഷയ്ക്ക് ചുറ്റിലും പാളയമിറങ്ങിക്കൊണ്ട് തകർക്കുമെന്ന് പറയുന്ന ദുഷ്ടശക്തിയോട് ഇന്ന് രാത്രി സ്വർഗീയ അധികാരത്തിൽ പറ, വായടയ്ക്കുക. ओ आज रात को आपके बच्चों के विरोध में, आपके घर के विरोध में, आपकी सेवकाई के विरोध में उठने वाली ताकतों को कहे, अपना मुंह बंद कर. ഞങ്ങൾ കേവലം ഒരു ചടങ്ങ് പ്രസംഗമല്ല ഇവിടെ ചെയ്യുന്നത്. हम सिर्फ एक परंपरा की प्रचार यहां पर नहीं कर रहे हैं. ദൈവം നിന്റെ നാവിനെ അടയ്ക്കുന്നതിന് മുൻപ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, വായടയ്ക്കുക. ओ आज रात को परमेश्वर का आत्मा उस ताकतों से कह रहा है, अपने मुंह को बंद कर. ഹല്ലേലൂയ. लीबाला बाला शिखाबा. അവൻ നമ്മുടെ മേൽ ശക്തി പകർന്നു, അവൻ നമ്മുടെ മേൽ അധികാരവും. उसने हमें शक्ति दी है, साथ में अधिकार भी दिया है. സ്വർഗീയ അധികാരം നമുക്ക് തന്നിരിക്കുക. स्वर्गीय अधिकार प्रभु ने हमें दिया है. എന്നിട്ട് അവരോട് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? उसके बाद प्रभु यीशु ने उनसे क्या कहा? നമ്പർ 1, go into the world with
Christ's power. और यीशु मसीह ने कहा प्रभु यीशु मसीह की सामर्थ के साथ तुम दुनिया भर में ഈ जाओ। സ്റ്റേജിൽ പ്രസംഗിക്കുന്നവരാരും സ്വന്തം ശക്തിയിലല്ല പറയുന്നത്. इस मंच में खड़े होकर Amen. प्रचार जो हम करते हैं कोई भी करता है अपनी ताकत के പ്രാർത്ഥനാ द्वारा। മുറിയിൽ നിന്ന് ദൈവം അവർക്ക് നൽകിയ അധികാരത്തിൽ നിന്നാണ് വചനം സംസാരിക്കുന്നത്. प्रार्थना के कमरे में जब परमेश्वर उन्हें अधिकार देता उस अधिकार के साथ वो वचन बयान करते हैं। രണ്ടാമത് യേശു പറഞ്ഞത് go into the world with the Christ program. Oh. ക്രിസ്തുവിന്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് ഇറങ്ങി दूसरी बात यीशु मसीह ने कहा कि प्रभु के उस प्रोग्राम यानी उस प्रोग्राम के अनुसार तुम പോകണം. जाओ। മൂന്നാമത് കർത്താവ് പറഞ്ഞത് go into the world with the Christ presence. ക്രിസ്തുവിന്റെ സാന്നിധ്യത്തോടു കൂടെ ഇറങ്ങി പോകണം. तीसरी बात यीशु मसीह ने कहा कि मसीह की उपस्थिति के साथ तुम दुनिया भर में ഇന്ന് जाओ। രാത്രി യോഗം കഴിഞ്ഞ് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ आज रात को इस बंदगी के समाप्ति के बाद പരിശുദ്ധാത്മാവിന്റെ ശക്തി മാത്രമല്ല, सिर्फ पवित्र आत्मा की सामर्थ्य ही नहीं, അവൻ സ്വർഗീയ അധികാരം തന്നിരിക്കിയാൽ ആ അധികാരത്തോടെ പുറപ്പെട്ടു ओ പോകണം. आपको वो स्वर्ग अधिकार दिया उस अधिकार को लेकर ही जाएं। സഭയ്ക്കെതിരെ ദൈവദാസന്മാർക്കെതിരെ അഭിഷക്തന്മാർക്കെതിരെ സംസാരിക്കുന്നവരോട് അതേ നാണയത്തിൽ പ്രതികരിക്കേണ്ട ആവശ്യം നമുക്കില്ല. ओ जिस प्रकार कलीसिया के विरोध में प्रभु के दास के विरोध में जो लोग बोली बोलते हैं उनका उसी प्रकार से जवाब देने की जरूरत नहीं। എന്നാൽ ഇന്ന് രാത്രി കർത്താവ് തന്ന അധികാരത്തിൽ ഞങ്ങൾ परंतु സംസാരിക്കുന്നു. आज रात को प्रभु के अधिकार के द्वारा हम प्रचार करते हैं। Amen. आमीन। അവന്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് പുറപ്പെട്ടു പോകണം. प्रभु यीशु मसीह की योजना और मकसद के अनुसार आगे അവന്റെ बढ़ें। സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ട്. उसकी उपस्थिति हमारे साथ में। ഞങ്ങൾ വേഗത്തിൽ അവസാനിപ്പിക്കേണ്ടത് ആവശ്യം. ओ इसलिए हमें समय पर समाप्त करना അവന്റെ चाहिए। ശക്തി ഇന്ന് രാത്രി നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നു. उसकी सामर्थ आज रात को हमारे लिए कार्य कर रही है। എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്. इफिसियों की पत्री उसका पहला अध्याय में एक वचन लिखा है, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. वैसा ही उसने मसीह में भी कार्य അതിന് किया। മുകളിലത്തെ വാക്യം ഇങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്ന് നിങ്ങൾ അനുഭവിച്ചറിയേണ്ടതിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ओ मसीह में कार्य करने Amen. वाली उस सामर्थ को, उसकी Hallelujah. लंबाई, उसकी चौड़ाई क्या है, तुम उसकी सामर्थ को जान लो। എന്നിട്ടാണ് പൗലോസ് പറയുന്നത് അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ओ उसके बाद अंत में पौलुस लिखता है वो ही सामर्थ मसीह में भी അപ്പോൾ कार्य എന്തോ किया। സംഭവിച്ചു? യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. तो क्या हुआ? यीशु मसीह को मुर्दों में से जिंदा അതേ किया। പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്, അതേ അഭിഷേകത്തിന്റെ വ്യാപാരമാണ് ഇന്ന് രാത്രി പന്തലിൽ വ്യാപരിക്കുന്നത്. आज रात को प्रभु यीशु मसीह का वही सामर्थ, वही अभिषेक इस पंडाल के अंदर भी कार्य कर रहा है। ഈ ശക്തി ഒരു രോഗിയിൽ വ്യാപരിക്കുമ്പോൾ यही सामर्थ जब एक रोगी में आ जाए രോഗിക്ക് സൗഖ്യം വരും. वो बीमार चंगा हो ഈ जाता है। ശക്തി കുരുടനിൽ വ്യാപരിക്കുമ്പോൾ ओ चाहे आपके अंधापन क्यों ना हो, അവന്റെ കണ്ണുകൾ തുറക്കപ്പെടും. उसकी आंखें खुल जाती ഈ है। ശക്തി മരിച്ചവനിൽ വ്യാപരിക്കുമ്പോൾ और ये जब शक्ति मुर्दों में आती है 4 നാളായാലും വേണ്ടില്ല അവൻ ഉയർത്തെഴുന്നേൽക്കും. वो व्यक्ति जिंदा होकर खड़ा हो जाता है। ഈ ശക്തി വെള്ളത്തിൽ വ്യാപരിച്ചാൽ और जब ये सामर्थ पानियों पे काम करती है അതിന്റെ രുചി മാറും, നിറം മാറും, ഗുണം മാറും, സ്വഭാവം മാറും. उसका रंग बदल जाता है, उसका स्वाद बदल जाता है, उसका गुण बदल जाता है। ഈ ശക്തി നിന്റെ അല്പം അപ്പത്തിൽ വ്യാപരിച്ചാൽ और ये शक्ति आपके छोटे से रोटी में कार्य അത് करे, അനേക മടങ്ങായി വർദ്ധിക്കും. वो गिनती में बड़ी भरपूरी से बढ़ जाता है। നമുക്ക് ശക്തി പകരുന്ന 2 സ്രോതസ്സുകളാണ്. ഒന്ന് യേശുവിന്റെ നാമം, 2 പരിശുദ്ധാത്മാവ്. हमें सामर्थ्य देने वाली 2 ताकतें हैं, वो एक यीशु मसीह का नाम, दूसरा पवित्र आत्मा। പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരായി पवित्र आत्मा को पाकर യേശുവിന്റെ നാമത്തിൽ यीशु मसीह के नाम में ഞാൻ പ്രസംഗിക്കണം, मैं प्रचार करना है, ഞാൻ പ്രസംഗിക്കണം, मैं प्रचार करना ഞാൻ है, ക്രിസ്തുവിനെ मैं പ്രസംഗിക്കണം, यीशु के बारे में ഞാൻ प्रचार करना, പ്രസംഗിക്കുക തന്നെ ചെയ്യണം. मैं सिर्फ प्रचार ही करना है। ഒപ്പം എന്റെ പാത്രത്തെ ഞാൻ നേടിക്കൊള്ളണം. और इतना ही नहीं, मैं अपने आप को संभाल के भी रखना है। ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി കർത്താവിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മ ശക്തിയോടെ നമുക്ക് മുന്നേറാം. इसलिए लक्ष्य की प्राप्ति के लिए, अपने मंजिल में पहुंचने के लिए पवित्र आत्मा आपकी सहायता ഈ करे। വചനങ്ങളാൽ ദൈവം നമ്മെ परमेश्वर അനുഗ്രഹിക്കുമാറാകട്ടെ. इन वचनों से आप सबको बहुत बहुत आशीष दे। हालेलुया! हालेलुया!